വൈറ്റ് ഹൗസ് മാധ്യമ പ്രതിനിധികളുടെ സംഘടനയുടെ അത്താഴ വിരുന്നിനിടെ വെടിവെപ്പുണ്ടായ ഹിൽട്ടൺ ഹോട്ടൽ അത്ര സുരക്ഷിതമായ സ്ഥലമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. വെടിവെപ്പിന് പിന്നാലെ ഹോട്ടലിന് പുറത്തെത്തിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത്. 45 വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് നടന്ന മറ്റൊരു വെടിവെപ്പിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഹിൽട്ടൺ ഹോട്ടൽ ചരിത്രത്തിൽ ഇടം പിടിച്ചിരുന്നു. 1981 അന്നത്തെ US പ്രസിഡന്റ് റൊണാൾഡ് റീഗന് നേരെ വെടിവെപ്പുണ്ടായത് ഈ ഹോട്ടലിന് പുറത്തു വച്ചായിരുന്നു. അന്നത്തെ ആക്രമണത്തിന് ശേഷം ഹോട്ടലിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തി. അടിയന്തര ഘട്ടങ്ങളിൽ പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തനത്തിനായി പ്രവേശന കവാടത്തിന് സമീപം ഒരു പ്രത്യേക പ്രസിഡൻഷ്യൽ സ്യൂട്ട് നിർമ്മിച്ചു. ശനിയാഴ്ച രാത്രിയിലെ വെടിവെപ്പിന് ശേഷം ട്രംപിനെയും അല്പനേരം ഈ മുറിയിലേക്കാണ് മാറ്റിയത്. 1981 മാർച്ച് 30 ജോൺ ഹിംഗ്ലി ജൂനിയർ എന്നയാളാണ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്ന റീഗനെ വധിക്കാൻ ശ്രമിച്ചത്. 22 കാലിബർ റിവോൾവർ ഉപയോഗിച്ച ഹിംഗ്ലി 6 റൗണ്ട് വെടിയുതിർത്തുവെന്നാണ് FBI രേഖകൾ. അതിൽ ഒരു വെടിയുണ്ട ലീമോസിൻ കാറിൽ തട്ടിത്തെറിച്ച് റീഗന്റെ നെഞ്ചിൽ തറച്ചു. അദ്ദേഹം രക്തം തുപ്പാൻ തുടങ്ങിയപ്പോഴാണ് പരിക്കേറ്റ വിവരം പുറം ലോകം അറിഞ്ഞത്. അന്ന് പരിക്കേറ്റ റീഗൻ 12 ദിവസം ആശുപത്രിയിൽ ചിലവഴിച്ച ശേഷമാണ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയത്. അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ജെയിംസ് ബ്രാഡി, രഹസ്യാന്വേഷണ ഏജന്റ് തിമോത്തി മക്കാർത്തി, പോലീസ് ഓഫീസർ തോമസ് ഡെലഹാൻഡി എന്നിവർക്കും അന്ന് പരിക്കേറ്റിരുന്നു. ഈ സംഭവത്തിനു ശേഷം ഹോട്ടലിൽ സുരക്ഷിതമായ ഒരു ഗ്യാരേജും പ്രസിഡൻഷ്യൽ സ്യൂട്ടിലേക്ക് നേരിട്ടെത്തുന്ന ലിഫ്റ്റും ഗോവണിയും നിർമ്മിച്ചിരുന്നു. വൈറ്റ് ഹൗസ് മാധ്യമ പ്രവർത്തകരുടെ അസോസിയേഷന്റെ വാർഷിക അത്താഴ വിരുന്നിൽ ട്രംപ് പങ്കെടുക്കുമ്പോഴാണ് വെടിവെപ്പുണ്ടായത്. വിരുന്നിനിടെ പെട്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹാളിലേക്ക് ഇരച്ചു കയറി. എല്ലാവരോടും താഴെ കിടക്കാൻ അവർ നിർദ്ദേശിച്ചു. ട്രംപിനെ വേദിയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 31-കാരനായ കോൾ തോമസ് അലനാണ് ആക്രമണം നടത്തിയത്. ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് പരിക്കേറ്റു. ട്രംപ്, മെലാനിയ, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരുൾപ്പെടെയുള്ളവർ വേദിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് വെടിവെപ്പ് നടന്നത്. അക്രമിയെ സുരക്ഷാ ജീവനക്കാർ കീഴടക്കി. അക്രമത്തിന്റെ കാരണം വ്യക്തമല്ല. പതിറ്റാണ്ടുകളായി പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടികൾ നടക്കുന്ന ഹോട്ടലാണിത്. പരിപാടികൾ നടക്കുമ്പോഴും ഹോട്ടൽ സാധാരണ അതിഥികൾക്കായി തുറന്നു കൊടുക്കാറുണ്ട്. കോൾ തോമസ് അലന്റെ കയ്യിൽ ഷോട്ട് ഗൺ, കൈത്തോക്ക്, നിരവധി കത്തികൾ എന്നിവയുണ്ടായിരുന്നു. ഇയാൾ ഹോട്ടലിൽ തന്നെ താമസിച്ചിരുന്നെന്നും അതിനാലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് അകത്തു കയറാൻ കഴിഞ്ഞതെന്നുമാണ് അധികൃതർ പറയുന്നത്. അതിനിടെ അക്രമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ മാധ്യമ പ്രവർത്തകർക്കായി വൈറ്റ് ഹൗസ് ഒരുക്കിയ അത്താഴ വിരുന്നിനിടെയാണ് ആക്രമണമുണ്ടായത്. വെടിയുതിർത്തതിന് പിന്നാലെ അക്രമിയെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. 31-കാരൻ കോൾ തോമസ് അലനാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. കാലിഫോർണിയ സ്വദേശിയാണ് ഇയാൾ. കോൾ തോമസ് അലൻ അധ്യാപകരാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഇയാൾ കമ്പ്യൂട്ടർ സയന്റിസ്റ്റും ഗെയിം ഡെവലപ്പറുമാണ്. കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇയാൾ ബിരുദമെടുത്തത്. പിന്നീട് കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. നിലവിൽ അധ്യാപകനായ ഇയാൾ മെക്കാനിക്കൽ എഞ്ചിനീയറായും ജോലി ചെയ്തിട്ടുണ്ട്. 2014 നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിൽ അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് ഫെലോഷിപ്പിലും പങ്കെടുത്തിട്ടുണ്ട്. കോൾ തോമസ് അലൻ ആക്രമണം നടത്തിയത് എന്തിനെന്നത് വ്യക്തമല്ല. തിങ്കളാഴ്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു.